ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രം അടുക്കള ടു അരങ്ങത്ത്. ഇന്ന് നമുക്ക് പാൻ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് നല്ല സ്പോഞ്ച് പോലത്തെ പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ആ 4 മുട്ടയുടെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ എഗ് യോക്ക് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ എഗ് വൈറ്റിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ട്രിപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പൊടിച്ചിട്ടാണ് ആഡ് ചെയ്തത്, പൊടിക്കാണ്ടും നമുക്ക് ചെയ്യാം. എന്നിട്ട് അത് നന്നായി ഫോമായിട്ട് ഒരു ഫോം പരുവത്തിൽ നമുക്ക് കിട്ടണം. ഈ പാത്രം കമത്തി പിടിക്കുമ്പം അത് വീണ് പോകാനായിട്ട് പാടില്ല. അതേപോലെ കിട്ടിയാലാണ് കറക്റ്റ് നല്ല സ്പോഞ്ച് പോലത്തെ പാൻ കേക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത്തിരി കൂടി നല്ലത് കേട്ടോ. അത് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഇത്തിരി കൂടി ബെറ്റർ. അതിലേക്ക് നമ്മൾ 6 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മൈദ അരിച്ചെടുത്തതാണ് കേട്ടോ. തരികളൊന്നും പെടാണ്ട് നമ്മൾ നന്നായി അരിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിലേക്ക് 7 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ പാല് നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഈ വിസ്ക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ എഗ് വൈറ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചല്ലോ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിലത്തെ എഗ് വൈറ്റിലത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മൊത്തം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഓയിൽ നമ്മളൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പാനിൽ 3 പാൻ കേക്കാണ് ഞാൻ ആക്കിയിട്ടുള്ള. ആ ഒരു വലുപ്പത്തിൽ നമ്മൾ ചെയ്തെടുക്കാം. ഇനി വലുതായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ സൈഡിലേക്ക് ഒരു സ്പൂണിൽ വെള്ളം എടുത്തിട്ട് അതുകൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ച് വെച്ച് 2 സൈഡും വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഗാർണിഷ് ചെയ്യുന്നതാണ് ഈ ഫ്രഷ് ക്രീം വെച്ചിട്ട്. പിന്നെ പൗഡർഡ് ഷുഗർ ഒന്ന് വെറുതെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹണിയും വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പം നമുക്ക് പൊന്നൂസിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മളെ പാൻ കേക്ക് നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.